ലോസ് ഓഫ് മോഷൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ കീം 2025 എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ന്യൂട്ടൺസ് ലോസ് ആണ്. സോ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇനോർഷ്യയാണ് ഇതാക്കുന്നത്. സോ എ ബോഡി റിമൈൻസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ എ യൂണിഫോം മോഷൻ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ഒരു ബോഡി ഒരു സ്ഥലത്ത് റിമെയിൻ ചെയ്യും അൺലെസ് ഇറ്റ് ഈസ് അപ്ലൈഡ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ അത് ഏത് രീതിയിലാണോ ഉള്ളത്, ഏത് ഫോം, ഈവൻ ഇറ്റ് ഈസ് ഇൻ മോഷൻ ഓർ ഇൻ റെസ്റ്റ്, അത് അതുപോലെ കണ്ടിന്യൂ ചെയ്യും. എക്സാമ്പിൾ, എ ബുക്ക് ഓൺ എ ടേബിൾ സ്റ്റേസ് അറ്റ് റെസ്റ്റ് അൺടിൽ ഇറ്റ്സ് പുഷ്ഡ്. രണ്ടാമത്തെ ലോ, സെക്കൻഡ് ലോ എന്ന് പറയുന്നത് F=ma എന്നുള്ളൊരു ഇക്വേഷൻ ഫോം ചെയ്യുന്നതാണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആൻഡ് ഇവിടെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. സോ മൊമെൻറ്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ചെറിയൊരു ടൈമിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുക. അതിന് നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി അല്ലെങ്കിൽ സ്മോൾ എന്ന് പറയും. അതാണ് ഇമ്പൾസ്. ഇനി തേർഡ് ലോ എന്ന് പറയുന്നത് എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ലോ ആണ്. അതായത് ഒരു റോക്കറ്റ് പ്രൊപ്പൾഷൻ, അതിൻ്റെ ഗ്യാസ് ബാക്ക്വേർഡിലോട്ടാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റോക്കറ്റ് മൂവ് ചെയ്യുന്നത് ഫോർവേഡിലോട്ടാണ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗണ്ണ് ഫയർ ചെയ്ത് ബുള്ളറ്റ് ഫയർ ചെയ്തപ്പം അതുണ്ടാകുന്ന ബുള്ളറ്റ് പോകുന്നത് മുന്നോട്ടാണെങ്കിൽ ആ ഗണ്ണൊന്ന് ബാക്കോട്ട് റീക്വയിൽ ചെയ്യും. അതെന്താണ്? തേർഡ് ലോ ഓഫ് മോഷനാണ്. പിന്നെ ഇതിലുള്ള സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ F=ma പറഞ്ഞൊരു ഇക്വേഷൻ വരുന്നത്. അവിടെ നമുക്ക് ആക്സിലറേഷനും ഫോഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് മൊമെൻറ്റമാണ്. മൊമെൻറ്റം P=mv ആണ്. നമുക്ക് കൊളിഷനും റീകോയിലും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മൊമെൻറ്റം കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ട് m1v1 + m2v2 വെച്ചിട്ട് നമുക്ക് കൊളിഷൻ ഇതൊക്കെ കണ്ടുപിടിക്കാം. അപ്പുറത്തുള്ള മൊമെൻറ്റം ആയിരിക്കും ഇപ്പുറത്തുള്ള മൊമെൻറ്റം. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന തിയറി. ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇമ്പാക്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഫ്രിക്ഷൻ. ഇപ്പോൾ ഫ്രിക്ഷന് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷനുണ്ട്, കൈനറ്റിക് ഫ്രിക്ഷനുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ μs/n എഴുതാം. μs അറിയുന്നത് ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് ആണ് സ്റ്റാറ്റിക്കിൽ. ഇനി കൈനറ്റിക് ആണെങ്കിൽ μk/n എഴുതാം. ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് Fc=mv²/r അല്ലെങ്കിൽ m⍵²r എന്ന് എഴുതാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. കീം 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. A 5 kilogram object accelerates from 2 meter per second to 8 meter per second in 3 seconds. Find its net velocity. So acceleration എന്ന് പറഞ്ഞാൽ 8 - 2 6/3 2. ആക്സിലറേഷൻ 2 കിട്ടും. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. 5 × 2 10. ഇനി എ ബുള്ളറ്റ് ഓഫ് 0.02 kilogram മൂവിങ് അറ്റ് 400 meter per second സ്റ്റോപ്സ് 0.01 second. ഫൈൻഡ് ദ ആവറേജ് ഫോഴ്സ്. സോ മൊമെൻറ്റം ആവറേജ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതിവിടെ നമ്മൾ മൊമെൻറ്റം വെച്ചിട്ട് ചെയ്യാം. ഇവിടെ മൊമെൻറ്റം = മാസ് ഇൻറ്റു വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മാസ് തന്നിട്ടുണ്ട് 0.02, വെലോസിറ്റി തന്നിട്ടുള്ളത് 400 ആണ്. ഇനീഷ്യലി 0 ആണ്. ഇനീഷ്യൽ സ്റ്റോപ്പ് 400 ആണ്. ഫൈനലി ഇറ്റ് സ്റ്റോപ്സ് ആണ്. അപ്പോൾ 0 - 400 - 8 kg/m/s കിട്ടും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ΔP/ΔT ആയിരിക്കും. ഫോഴ്സിൻ്റെ ഡെൽറ്റ ടി ആണ് അവിടെ ഉണ്ടാകുന്ന ഇമ്പൾസ്. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാം. അതായത് ΔP എന്ന് പറയുന്നത് അവിടുത്തെ മൊമെൻറ്റമാണ്. ഓക്കെ. ഇനി എ കാർ ഓഫ് 1000 kilogram ടേക്സ് എ സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 50 meter at 10 meter per second. ഫൈൻഡ് ഇറ്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ആണ്. ആ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ഇനി എ ഫോഴ്സ് ഓഫ് 10 Newton ആക്ട്സ് ഓൺ 2 kilogram മാസ് ഫോർ 3 seconds. ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ഇവിടെ
ഫോഴ്സ് തന്നിട്ടുണ്ട് 10 ന്യൂട്ടൺ ആണ്, മാസ് തന്നിട്ടുണ്ട് 2 ആണ്, ടൈം 3 തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ 5 കിട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം എന്നറിയാം. അപ്പം നമുക്ക് ചേഞ്ച് ഇൻ ടൈം എത്ര കിട്ടും? A/t ചെയ്താൽ മതി. 5 × 3 15 m/s. A bullet of mass 0.01 kg fired with a velocity of 500 m/s stops in 0.01 seconds. Find the average velocity. So average velocity നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കാർ ഓഫ് ഇതും നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഇത് എ ബ്ലോക്ക് ഓഫ് മാസ് 5 kg is pulled with a force of 20 Newton. If μk equal to 0.2, find acceleration g equal to 10 m/s². സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സലറേഷൻ ആണ്. ഇവിടുത്തെ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു μk × n ചെയ്യാം. μk തന്നിട്ടുണ്ട് 0.2, n നമുക്ക് n എത്രയാണ്? 5 × 10 ചെയ്താൽ മതി, ma ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ 10 കിട്ടും. അപ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 20 - 10 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് F/m, ദാറ്റ് ഈസ് 10/5 = 2 കിട്ടും. പിന്നെ ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ അറിയേണ്ട കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം ആക്ടിങ് ഓൺ ഒബ്ജക്റ്റ്, ഗ്രാവിറ്റി, നോർമൽ, ഫ്രിക്ഷന്, ടെൻഷന്, അതൊക്കെ എങ്ങോട്ടാണല്ലോ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് സെറ്റാക്കണം. പിന്നെ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഡയറക്ഷനിലോട്ടാണ് ഇപ്പോൾ ഒരാൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഇമേജ് എവിടെയാണ്, അതൊക്കെ കറക്റ്റ് നോട്ട് ചെയ്യണം. പിന്നെ ന്യൂട്ടൺസ് തേർഡ് ലോ പെയർ ഐഡൻറ്റിഫൈ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ്, ഏതാണ് ആക്ഷൻ ഏതാണ് റിയാക്ഷൻ എന്ന് ഫൈൻഡ് ചെയ്യണം. പിന്നെ സർക്കുലർ മോഷനിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് നോട്ട് എ ന്യൂ ഫോഴ്സ്, ഇറ്റ്സ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷൻ, ടെൻഷൻ ഓർ ഗ്രാവിറ്റി. പിന്നെ നമ്മൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മ്യൂ കൂടുതലും നമ്മൾ 0 ആയിട്ട് എടുക്കും. അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ ഫോഴ്സ് ഈക്വൽ ടു ma, എൻഷുർ എഫ് ഇസ് ദ നെറ്റ് ഫോഴ്സ്, അത് കൂടുതൽ സമയം നമ്മൾ നെറ്റ് ഫോഴ്സ് ആയിട്ട് എടുക്കാറുണ്ട് എഫ് എന്ന് പറയുന്നത്. ചില സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ടെൻഷനൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ആക്ഷൻ റിയാക്ഷൻ പെയർസ്, ഫോഴ്സ് ആക്ട് ഓൺ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. പിന്നെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. A 2 kg objects accelerate from 3 to 7 m/s in 2 seconds. Find net force. അപ്പോൾ F is equal to ma വെച്ചിട്ട് ചെയ്യാം. പിന്നെ a 0.5 kg ball hits a wall at 10 m/s and rebound at 8 m/s. If the contact time is 0.1 second, find the average force. അത് ഈ F equal to ΔP/ΔT എന്ന ഇക്വേഷനിൽ ഇട്ടാൽ മതി. A 2 kg block is pulled with 12 Newton on a rough surface. Find the acceleration. സോ അവിടെ ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. ഫ്രിക്ഷൻ കണ്ടുപിടിച്ചിട്ട് എഫിനറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് എ കണ്ടുപിടിക്കാം. ഇനി 0.5 kg ball hits a wall at 6 m/s and rebound at 4. Contact time is 0.02. Find average time. സോ ആവറേജ് ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഈ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കാരണം ഫ്രിക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ ലോസ് വെച്ചിട്ട് ചോദിക്കും. സോ അതൊക്കെ വൃത്തിക്ക് പഠിച്ചെടുക്കുക, സൈന് മാറിപ്പോവാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.